നമസ്കാരം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകമാണ്. അപ്പോൾ വലിയ ജീരകം ഇങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് സ്പൈസസ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ വലിയ ജീരകം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, വളരെ ചെറിയ ഒരു സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതൊന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടണം, അതായത് നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്പൈസസ് വളരെ കുറച്ച് മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ, കാരണം തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന കറിയിൽ ഒത്തിരി സ്പൈസസ് വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. പിന്നെ ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത് ശരിക്കും മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണിനടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ആ ഒരു ചിക്കനായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 2 ടീസ്പൂണിനടുത്ത് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യുക, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റായി കിട്ടില്ല. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അതിപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം ചെയ്താൽ മതി. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം, ഒരു ചെറിയ സൈസ് 2 ഉരുളക്കിഴങ്ങ് ഇതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് ഇതിനെ വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് ഫ്രോസൺ അല്ല സാധാരണ ഉപയോഗിക്കുന്നെങ്കിൽ 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിനൊന്ന് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ ആ വെന്ത ഗ്രീൻ പീസ് ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫ്രോസൺ പെട്ടെന്നൊന്ന് കുഴഞ്ഞു പോയതുപോലെ ആകും. അപ്പോൾ ഞാനൊന്ന് നമ്മുടെ പൊട്ടറ്റോനെ ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എത്ര ഗ്രേവി വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ടല്ലേ മുറിച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കണ്ടില്ല, ഇതൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്, ഓവർ കുക്ക്ഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ശരിക്കും ഈ കറീനെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിന് ഞാനൊരു തവി വെച്ചിട്ട് ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കും. ഇനി ഇതിനകത്തോട്ടേക്ക് ഗ്രീൻ പീസ് കൂടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഞാനിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഒത്തിരി വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗം പാകമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉള്ള സമയത്താണ് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒത്തിരി നന്നായിട്ട് വെന്തതിന് ശേഷം ഗ്രീൻ പീസ് ഈ ഫ്രോസണായി ചേർക്കുന്നതിനെങ്കിൽ അങ്ങനെ ചെയ്യരുത്, പിന്നെ നമുക്കൊന്നും പെർഫെക്റ്റായി കിട്ടില്ല. മറ്റേതാണെങ്കിൽ ശരിക്കും ഉരുളക്കിഴങ്ങ് നന്നായി വെന്തതിന് ശേഷം പിന്നെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഗ്രീൻ പീസിനെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ശരിക്കും ചപ്പാത്തിക്കാണെങ്കിലും ശരിക്കും അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ടുള്ള കറിയാകുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസൊക്കെ കുക്കായിട്ടുണ്ട്, പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി ഞാൻ ഇതിനകത്തുള്ള ഈ ഉരുളക്കിഴങ്ങൊക്കെ മാക്സിമം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ കറി നന്നായിട്ട് തിക്കായിട്ട് വരുന്നത്. ഇതിനകത്തുള്ള ഉരുളക്കിഴങ്ങൊക്കെ കണ്ടില്ലേ, ഞാനിപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തു. അപ്പോൾ കറി നല്ല കുറുകി വന്നത് കണക്കിയ. ഉരുളക്കിഴങ്ങ് എപ്പോഴും കറിയുടെ ഗ്രേവിനൊന്ന് നല്ല തിക്കാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതും. അതിൻ്റെ ആ ഒരു ടേസ്റ്റും അത് ശരിക്കും മാഷ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് പാകമായി. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ല തിളച്ച വെള്ളമാണ്, തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറി ഇത്രയും നേരം ചെയ്തതൊക്കെ പോകും. പിന്നെ ഒരു 1/4 കപ്പിനടുത്ത് തേങ്ങാപ്പാൽ, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പിനടുത്ത് ചേർത്ത് കൊടുക്കുക.
ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി, ഒരിക്കലും തിളപ്പിക്കരുത്. ഇതിപ്പോൾ പാകമായിട്ടാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡിഷായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.